ഗുഡ് മോർണിംഗ് ഗായ്സ്. ട്രാവൽ ബസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ് ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ചേർത്തലയിലാണ്. ചേർത്തലയിൽ ഞങ്ങൾ സിമൻറ്റ് ഇറക്കാൻ ഇന്നലെ വന്നതാണ്. കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ കുറച്ച് ലോഡ് ഇറക്കി അത് കഴിഞ്ഞിട്ട് കുറച്ചേരം വണ്ടിയിൽ കിടന്നതാണ്. നേരത്ത് പൊരിച്ച് ഒരു വിധമായി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഊണ് കഴിച്ചതിന് ശേഷം ഇനി വണ്ടിയിലേക്ക് ചെല്ലാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്താവും കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ഒരു ഊണ് കഴിക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാം. ചോറ്, മീൻചാറ്, മീൻവറവ്, ചാറ്, തോരൻ, പിന്നെ വീണ്ടും വേറൊരു തോരൻ, പിന്നെ പപ്പടം. ഇതാണ് കേട്ടോ ഫുഡ്. അപ്പോൾ ചേച്ചിമാർ നടത്തുന്ന സ്ഥലം ഒന്ന് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ള സ്ഥലത്തിൻ്റെ പേര് ശക്തീശ്വരം എന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കയർ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഈ ജംഗ്ഷൻ. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മുന്നിലേക്ക് പോയിട്ട് ആ കാണുന്ന ആർച്ചിൻ്റെ അവിടെയാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. അവിടെയാണ് സിമെൻറ്റ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഫുഡ് കഴിച്ചില്ല. ഫുഡ് നല്ല സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി അടിപൊളി ഫുഡായിരുന്നു. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നൊസ്റ്റാൾജിക് ഫീൽ വന്നു. അത് വെയിലാണ്, നമുക്ക് അവിടെ ചെന്നിരുന്നിട്ട് പറയാൻ കാര്യങ്ങൾ. ഞങ്ങളങ്ങനെ തിരിച്ച് വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടോ. ഞാനും അജീഷും വന്നു. ഇവിടെ ഒരു ചെറിയ ഷീറ്റും അവിടെ ഒരു ഷീറ്റും ഇട്ടിട്ടുള്ള കാരണം ചെറിയ തണലെന്ന് പറഞ്ഞ പോലെ ഉണ്ട്. പിന്നെ ഇതൊരു കയർ ഫാക്ടറിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയറാണോ അതേപോലെ ചവിട്ടി ഉണ്ടാക്കുന്നതാണോ എന്നുള്ളത് അറിയില്ല. നിറച്ചും ചകിരി ഇതിനകത്ത് ഇങ്ങനെ ഫുള്ള് കിടക്കുന്നുണ്ട്. കണ്ടോ ഈ ചകിരിയും കൊണ്ട് എനിക്ക് തോന്നുന്നു ഇതേപോലെ ഇങ്ങനെ കെട്ടൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടില്ല. അവിടെയൊക്കെ കുറച്ച് ചവിട്ടി പോലെയാണ്, എന്താ ചവിട്ടിയല്ല, അത് എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് മനസ്സിലാവില്ല. അത് അജീഷിന് എന്താണെന്നുള്ളത് പിടി കിട്ടിയോ. ഇത് കയറാന്നുള്ളത് മനസ്സിലായി. കുറച്ച് കയറും കൊണ്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കയറും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് സംഭവം. അതുപോലെ ചകിരി ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ചകിരി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കെട്ടായിട്ട് കൊണ്ടുവരണതാണോ, അത് അഴിച്ചു തരണതാണോ, അത് ഇനി ഇങ്ങനെ ആക്കിയിട്ടുള്ള സംഭവം ഇങ്ങനെ കെട്ടാക്കണതാണോ, ഇതൊന്നും അറിയില്ല കേട്ടോ. ഇവിടെ കണ്ടു. അതേപോലെ തന്നെ ചകിരി ചാക്കിൽ കെട്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കണം. ഇത് അജീഷിന് വല്ല ഐഡിയ ഉണ്ടോ ഇത് എന്തിനുള്ളതാന്നുള്ളത് അറിയോ? ഇത് ഫാക്ടറി ആയിട്ട് തോന്നണം. ഇതിലിപ്പോൾ ഒന്നുമില്ല, സെറ്റപ്പ് മെഷീനറി ഒന്നുമില്ല. ഇത് പഴയ കാലത്തെ കണ്ട് ഫാക്ടറി ആയിരിക്കും ചിലപ്പോൾ, അല്ലേ? അങ്ങനെ ആവാനാണ് ചാൻസ്. ഇത് അതെ കേട്ടോ, ഇതും അതിൻ്റെ ഭാഗം തന്നെയാണ്. ഇവിടെയും അതുപോലെ തന്നെ നിറച്ചും ഈ ചവിട്ടി പോലത്തെ സംഭവം. ചവിട്ടിയല്ല കേട്ടോ, ചവിട്ടി പോലത്തെ ഇത് കണ്ടു. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവുന്നില്ല. ഇത് എങ്ങനെ എടുത്താലും ഇത് കണ്ടു. ഇങ്ങനെയുള്ളൊരു സംഭവം ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യണതാണെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. കണ്ടു ഇതേപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കായലിൽ മീൻ അങ്ങനത്തെ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക്. ഞാൻ തൃശ്ശൂരൊന്നും ഇങ്ങനത്തെ ഒരു കയറിൻ്റെ സംവിധാനം ഈ ടൈപ്പ് ഒരു നെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കിടക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കൊട്ട് അറിയില്ല. ഇതാണ് ഈ ബാത്റൂം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊന്ന് ബാത്റൂമിൽ പോകണമെങ്കിലൊക്കെ ഇതാണ് സൗകര്യമുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ രക്ഷയില്ല ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ. പിന്നെ ഞാൻ നേരത്തെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞില്ല. ഫുഡിൻ്റെ കാര്യം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ മമ്മിയൊക്കെ വീട്ടിലുണ്ടാക്കില്ലേ, അതേ സെയിം ഫുഡ്. ആ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി, 2 കറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലങ്ങൾക്ക് ശേഷം നമുക്ക് ആ ഫുഡ് കഴിച്ചപ്പോൾ മമ്മീനെ ഓർമ്മ വരിക എന്ന് പറയില്ലേ, അങ്ങനെ മമ്മി മരിച്ചതിന് ശേഷം ഇപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ചില കറികൾ കഴിക്കുമ്പോൾ അവരുണ്ടാക്കുന്ന സെയിം ടേസ്റ്റ് കിട്ടി കഴിയുമ്പോൾ പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓർമ്മ വരുന്നു ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ മമ്മി വയ്ക്കുന്ന ഉള്ളിത്തീയൽ അതേ സെയിം ടേസ്റ്റ്. അതേപോലെ തന്നെ 2 കറി, അതാണ് ഏറ്റവും ഇത്. സാധാരണ ഒരു കറിയൊക്കെ അങ്ങനെ വേണമെങ്കിൽ ആവാം. ഇത് 2 കറിയും അതേ സെയിം ടേസ്റ്റിൽ. മീനിൻ്റെ ചാറില്ലേ, അതിങ്ങനെ ഒരു വെള്ളം പോലെ ആയിട്ട് മമ്മി വയ്ക്കും. എന്തെങ്കിലും മറ്റേ കൊഴുവയും മാങ്ങയോ അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മീനിൻ്റെ ചാറും അത് കഴിച്ചോടുകൂടി കുറേ നേരം എന്താ പറയുക, മാനസികമായിട്ട് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു. പഴയ കാര്യങ്ങൾ മമ്മിക്കുള്ള സമയത്ത് ചില ഫുഡുകൾ കഴിക്കാൻ പോയി കഴിയുമ്പോൾ പല കാര്യങ്ങളും എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് കുറേ നേരം എന്താ പറയുക ഫീലിങ്സും കൂടി അടിച്ചു. പിന്നെ അവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ച് വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ അജീഷ് കുറേ നേരം ചൂടായ കാരണം ഇവിടെ കിടന്നു. ഞാൻ കുറേ നേരം വണ്ടിയുടെ ഉള്ളിൽ കിടന്നു. ഞാൻ കിടന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുത്ത് ഇതായി. അജീഷിന് ഇവിടെ വലിയ കുഴപ്പമുണ്ടായില്ല അല്ലേടാ? ഇവിടെ വലിയ കുഴപ്പമില്ല. ഷീറ്റും അതുപോലെ തന്നെ മുകളിലും ഷീറ്റും ഒക്കെ ആയിട്ടുള്ള കാരണം വലിയ കുഴപ്പമില്ല. എന്നാലും അവൻ ഇവിടെയും കിടന്നു. ചക്ക ഉണ്ടായി നിൽക്കണുണ്ടോ, ഇഷ്ടംപോലെ ചക്കയൊക്കെ ഉണ്ടായി നിൽക്കണ്ട കേട്ടോ. രാത്രിയിൽ താഴ്ത്ത് തന്നെയാണ്. ഇനി ഇടാനായിട്ട് മുകളിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു പൈപ്പ് സംവിധാനം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വണ്ടിയൊക്കെ ഒന്ന് ഫ്രണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് കഴിയും. മൊത്തം കഴിയില്ല. ഒന്ന് ഗ്ലാസും അതുപോലെ തന്നെ മൂന്ന് വശവും ഒക്കെ സൈഡ് ക്വാർട്ടർ ഗ്ലാസ് ഫ്രണ്ടേജ് അങ്ങനെയുള്ളതൊക്കെ ഒന്ന് കഴുകി. പിന്നെ ഇനിയിപ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് കയ്യെത്തണ്ടായിരുന്നു. അത് തന്നെയാണ് നല്ല വെയില പറ്റിയില്ല. അപ്പോൾ കുറച്ച് ഭാഗം കഴുകി വൃത്തിയാക്കി. പിന്നെ ഉള്ളിൽ നിന്നുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഫുള്ള് തട്ടി ക്ലിയറാക്കി. പിന്നെ ഇൻറ്റീരിയർ വാഷൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊന്നും ചെയ്യാൻ പറ്റണില്ല, കാരണം ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് AC ഇടാണ്ട് 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും ആകെ വേർത്ത് കുളിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ വന്ന സമയത്ത്
ഫുള്ള് രാത്രി കിടന്നുറങ്ങുമ്പോൾ AC ഇട്ട് കിടന്നുറങ്ങി. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ 3-4 മണിക്കൂർ ഇട്ട് കഴിഞ്ഞ് ഓഫായിപ്പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഇനിയിപ്പോൾ ഇത് ഇറക്കുമ്പോൾ വണ്ടി അല്ലെങ്കിൽ പിന്നെ ഓൺ ചെയ്ത് തരണം. അത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് വണ്ടി ഓൺ ചെയ്തിട്ടിട്ട് വീണ്ടും ബാറ്ററി ചാർജ് കയറിയിട്ട് വീണ്ടും AC ഇടുന്നേക്കാളും ഭേദം പിന്നെ ഇത്തിരി കഴിയുമ്പോൾ അങ്ങനെ ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അത് കാരണം ആ സംഭവമൊന്നും അങ്ങനെ ശരിയാക്കിയിട്ടില്ല. അല്ലെങ്കിൽ അതൊക്കെ ഗ്യാപ്പിൽ ഓരോന്ന് ചെയ്ത് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. എപ്പോഴും നമ്മുടെ കഴുകിൽ നടക്കുന്നത് ഫ്രണ്ട് എന്താ പറയുക ക്യാബിൻ മാത്രമാണ് കേട്ടോ. ബാക്കി ബാക്കിലേക്കുള്ളതൊന്നും നമ്മൾ വെള്ളം തുടിച്ചിട്ടില്ല. ഈ കണ്ട ദിവസമായിട്ട് എന്താ പറയുക ഇക്കയുടെ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ലാസ്റ്റ് നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് കഴുകിയില്ലേ, അതിന് ശേഷം പിന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. ഈ സിമെൻറ്റ് വണ്ടിക്ക് ഈ സൈഡിൽ ഇങ്ങനെയൊരു ഗ്യാപ്പുള്ളത് നല്ലൊരു ഇതാണ് കേട്ടോ, ഗുണമാണ്. കാരണം ഇപ്പോൾ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ നേരെ ഒറ്റൊരു ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ചെയ്യാനായിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ആ വണ്ടി ഇവിടെ ചേർത്തങ്ങ് നിർത്തി കഴിഞ്ഞപ്പോൾ ആ വണ്ടിയുടെ ബോഡിയിൽ നിന്ന് ഇതിൽ നിന്ന് അങ്ങോട്ട് നേരെ എടുത്ത് ഇതിനകത്തേക്ക് ഇട്ടു. ഇത് ഫുള്ള് ഡാൽമിയ കേട്ടോ, ഡാൽമിയാണ് സിമെൻറ്റ്. അപ്പോൾ ഇത് മൊത്തം ഒരാൾക്ക് തന്നെ എടുത്ത് ചെറുവണ്ടിയിലേക്ക് കയറ്റാനായിട്ട് പറ്റി. ഇനിയിപ്പോൾ ഇന്ന് ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗോഡൗണും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിലവിൽ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ വേറെ വണ്ടിയിലേക്ക് പകർത്തി കയറ്റണം, അല്ലെങ്കിൽ ഓർഡർ വരുമ്പോൾ കയറ്റി പോകണം. അത് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തീരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇന്ന് തീരില്ല എന്നുള്ളതാണ് പറയണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താവും എന്നുള്ളത് അറിയില്ല. ഇന്ന് ഇവിടെ കിടക്കേണ്ട വരും. മിക്കവാറും നാളെയാണ് നമുക്ക് ഇവിടുന്ന്, നാളെയും ലോഡ് എപ്പോഴാണ് ഇറക്കി കിട്ടുക എന്നുള്ളതും പറയാൻ പറ്റില്ല. ഇവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നിങ്ങൾ പോയിട്ട് നാളെ വന്നാൽ മതി. ഇപ്പോൾ തൃശ്ശൂരും മെടുക്കഞ്ചേരിയൊക്കെ അല്ലേ, നാളെ വന്നാൽ മതി, അപ്പം പിന്നെ കുഴപ്പമില്ല, വണ്ടി അപ്പോഴേക്കും കാലിയാവുമെന്നാണ് പറഞ്ഞു. ഇട്ടിട്ട് പോകണമെങ്കിൽ പോകാം. പക്ഷേ വീണ്ടും അവിടം വരെ പോയി വീണ്ടും തിരിച്ചിങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയല്ലേ. അപ്പോൾ നോക്കിയപ്പോൾ എന്തായാലും ഇവിടെ തന്നെ നിൽക്കാം. വൈകുന്നേരം ആലപ്പുഴ ബീച്ചിൽ പോലെ ആലപ്പുഴ ബീച്ചിലേക്ക് അജീഷ് എന്നെ കൊണ്ടുപോയി കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കാണിച്ചു തരുമോ? ആകെ 2 കിലോമീറ്റർ ഉള്ളൂ ആലപ്പുഴ ബീച്ചിലേക്ക്. ഞാനൊരു ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ പോവാം അല്ലേ? അങ്ങനെയാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഒന്നുകൂടി വിശദമായി അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പം ഞങ്ങൾ വയലാറെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി 1 കിലോമീറ്റർ ഇങ്ങോട്ട് വന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും 1, 2, 3, 4 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഒന്നോലെ നടക്കാം, അല്ലെങ്കിൽ ഓടാം. ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരെ എത്താം. അപ്പോൾ വെറുതെ കുറച്ച് നേരം ഇവിടെ പണിയൊന്നും ഇല്ലെങ്കിൽ ഇവർ തറച്ച് പോകില്ല. 5 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ കടൽ തീരത്തൊക്കെ പോയി കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കാതെ പറ്റുള്ളൂ, അല്ലാണ്ട് വേറൊന്നും നടക്കില്ല. അപ്പോൾ പണിക്ക് വരുമ്പോൾ റെസ്റ്റും കൂടി ഉണ്ട്, എന്താ പറയുക, എൻജോയ്മെൻറ്റും കൂടി ഉണ്ട് കടൽ തീരത്തൊക്കെ പോയിട്ട്. പക്ഷെ ഇപ്പോൾ പോയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റോസ്റ്റായി പോകും. എൻ്റെ കയ്യിലത് സൂര്യാഘാതം കാരണം കണ്ടോ, പീസൊക്കെ പോയിട്ട് ഒരു പീസ് അങ്ങനെ തന്നെ പോയി. പിന്നെ ദേ ഇവിടെ ഒരു ചെറിയ പീസ്. ഇതൊക്കെ സൂര്യാഘാതം നമ്മളെ കഠിനമായി എന്താ പറയുക പിടിച്ചു. നിനക്ക് സൂര്യാഘാതം സംഭവിച്ചിട്ടില്ലല്ലോ? അജീഷൊന്നും അറിയാനില്ല. അതിന് ഫുള്ള് ഫോണിലാണ് ശ്രദ്ധ, കോൺസെൻട്രേഷൻ. അവൻ്റെ ഫുൾ ടൈം എന്താ പറയുക ഫോണിൽ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ഈ ഒരു സംഭവമൊക്കെയുള്ള കയറിൻ്റെയും അതുപോലെ കയർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടില്ല. ഈ ഇങ്ങനെ കിടക്കണതും കയറൊക്കെ നമ്മൾ സിനിമയിലാണ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് നിറച്ചും ഇതിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ചാടണത് ഇതിൻ്റെ മുകളിലേക്കൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. നേരിട്ട് ഇങ്ങനെ കയറ് കിടക്കണത് കയറുണ്ടാക്കണതൊക്കെ കണ്ടിട്ടില്ല. കയറുണ്ടാക്കണം ഇപ്പോഴും കണ്ടില്ല, കയറുണ്ടാക്കി കിടക്കുന്നത് അങ്ങനെയും കണ്ടതൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വണ്ടി വല്ലതും വരുമെന്ന് നോക്കാൻ കയറ്റാനായിട്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് പകുതിയിലധികം ഇറക്കിയിട്ടുണ്ട്. പകുതിയിലധികം എന്ന് പറയാൻ പറ്റില്ല. പകുതിയും ചിലപ്പോൾ പകുതിയിലധികം ഇറക്കിയിട്ടുണ്ടാവും. അത്ര തന്നെയാണ് ഇറക്കിയിട്ടുള്ളൂ. ഇനി ബാലൻസ് ഇനിയിപ്പോൾ ഒരു 50 ചാക്കുകൂടിയും കയറ്റാനായിട്ട് വണ്ടി വരുമെന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞാൽ പിന്നെ നാളേക്കേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് പെട്ടു. അപ്പോൾ ഇന്നലെ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഒരു 300 ബാഗിനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വരികയായിരുന്നു, ഇന്ന് കാലിയാക്കി പോകുമായിരുന്നു. എല്ലാം കൂടിയിട്ട് തീർന്നു പോയേനെ. അത് ഇവർ വേറെ സ്ഥലത്തുനിന്ന് അങ്ങോട്ട് എടുത്തു കൊടുത്തു. അപ്പോൾ അത് കാരണം ആ 300 ബാഗ് ഇവിടെ ബാലൻസ് വന്നു. അതാണ് ഉണ്ടായെന്ന് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കയറ്റി തരാണ്ട് ഇവിടെ എത്തിക്കാൻ പറ്റില്ല. നമുക്ക് അവിടെ നിന്ന് കയറ്റി എടുത്ത് രാത്രി 12 മണിക്ക് ആ വണ്ടി ഇവിടെ ഓടി എത്തണ്ടേ. എങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 560 കിലോമീറ്റർ അങ്ങോട്ട് ഓടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വരുന്നത്. ഈ 560 കിലോമീറ്റർ ഓടി ഇവിടെ എത്തേണ്ട വണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാവിലത്തേക്ക് ആയത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ ഇറക്കി കിട്ടുമ്പോൾ കിട്ടട്ടെ. അല്ലാണ്ട് ഇപ്പോൾ എവിടെ പോയാലും ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. ആദ്യം വണ്ടി മേടിച്ച സമയത്ത് നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ എന്താ പറയുക എല്ലാ സ്ഥലത്തും പോസ്റ്റ് ആകുമ്പോൾ നമ്മുടെ വിചാരം അയ്യോ അപ്പയ്ക്കപ്പം ഇറക്കി അപ്പയ്ക്കപ്പം പോരാ, നമ്മൾ ഈ ടിപ്പറിൽ മാത്രം പോയിട്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. പിന്നെ മനസ്സിലായി ഇത് ഒരു ദിവസം കൊണ്ട് ഇറക്കി കിട്ടണത് തന്നെ ഭാഗ്യം. സാധാരണഗതിക്ക് 2-3 ദിവസം വണ്ടികൾ ഇട്ടിട്ടും അങ്ങനെ ഇങ്ങനെ പോണ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കൊണ്ട് കിട്ടി, അത് തന്നെ ഭാഗ്യം. അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഇറക്കി തീരട്ടെ, വെയിറ്റ് ചെയ്യാം നമുക്ക്. അജീഷിനൊക്കെ പിന്നെ ശീലമായി, നമുക്കങ്ങനെ ശീലമില്ലാത്തതുകൊണ്ടാണ്. അജീഷ നീ ഏറ്റവും കൂടുതലേ ഒരു സ്ഥലത്ത് ലോഡ് കയറ്റിയിട്ട് ഇറക്കാനായിട്ട് എത്ര ദിവസം എടുത്തിട്ടുണ്ട്? ഇവിടെ നമ്മുടെ വണ്ടിയുടെ കാര്യമല്ല പറയണേ, അല്ലാണ്ട് തന്നെ വല്ല ഐഡിയ ഉണ്ടോ? ഒരാഴ്ചയ്ക്ക് എടുത്തുണ്ടോ? ഇല്ല അല്ലേ, 2-3 ദിവസം അതിൽ കൂടുതൽ വന്നിട്ടില്ല.
അപ്പോൾ ഏത് ലോഡ് കയറ്റാൻ 10 ദിവസമോ? ലോഡാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടമില്ലാണ്ടല്ലേ? ആ ഞാൻ പറഞ്ഞ ലോഡില്ലാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടമില്ലാത്തതുകൊണ്ടെന്നല്ലേ പറയണത് നീ? അല്ലാണ്ട് ലോഡ് ചെന്നിട്ട് കയറ്റി കിട്ടാണ്ട് ഒരാഴ്ച കിടന്നിട്ടില്ലല്ലോ. ആ അങ്ങനെ കുഴപ്പമില്ല. അതിപ്പോൾ ഓട്ടമില്ലാണ്ട് ഇപ്പോൾ നമ്മുടെ വണ്ടികളും ചിലപ്പോൾ മാസങ്ങളോളം കിടക്കും. അതല്ലാണ്ട് ഇത് കയറ്റാൻ പോയി കഴിഞ്ഞിട്ട് അവിടെ കിടക്കുക, അല്ലെങ്കിൽ ഇറക്കാൻ വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കുക, അതിപ്പോൾ 2-3 ദിവസത്തേക്ക് കൂടുതലാകുമ്പോഴേ ശരിക്കും ജാതി പ്രശ്നം. ഇതിന് പിന്നെ നമ്മുടെ പെയിൻറ്റ് പോലെ മറ്റേ സംഭവം ഇല്ല, പൈസ ഇല്ലല്ലോ ദിവസം കിടക്കുമ്പോൾ. ഇല്ല അല്ലേ? ആ അപ്പോൾ അതുകൊണ്ട് അറിയില്ല. ഇനിയിപ്പോൾ ബ്രോക്കറെ വിളിച്ചൊന്ന് ചോദിക്കണം, ഹാൾട്ടായി കഴിഞ്ഞാൽ ഹാൾട്ടിങ് പൈസ ഉണ്ടോ എന്നുള്ളത് ചോദിക്കണം. കിട്ടുകയാണെങ്കിൽ ചിലവ് കാശെങ്കിലും കിട്ടും. അപ്പോൾ എന്തായാലും ചോദിച്ചു നോക്കട്ടെ. എന്നിട്ടിനിപ്പോൾ വണ്ടി ബാക്കി ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ ഇറക്കി കിട്ടുകയാണെങ്കിൽ ഭാഗ്യം എന്ന് വിചാരിക്കുക. ചക്ക ഇങ്ങനെ നിൽക്കുമ്പോൾ ഇല്ലേ ഒരു നോട്ടം ചക്കയിലേക്ക് നന്നായിട്ട് അടിപൊളി പാകത്തിനുള്ള ചക്കയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വല്ല മുറിക്കേണ്ട ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എടുക്കാമെന്ന് വെച്ചിട്ടൊരു കത്തി വണ്ടിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തുരുമ്പെടുത്തു കിട്ടും. അപ്പോൾ വല്ല വയറയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാമെന്ന് വെച്ചതായിരുന്നു. പുതിയതായിരുന്നു, ഒക്കെ തുരുമ്പെടുത്ത് തുടങ്ങി. ഇപ്പോൾ ഒരു എന്താ പറയുക നാരങ്ങയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ടീസ്പൂണൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ മേത്തുനിന്ന് വേർത്തിട്ട് ഇതേപോലെ ഇങ്ങനെ പോവല്ലേ, ഉപ്പ് പോയി മടുത്തു എന്ന് പറയില്ലേ. അപ്പോൾ വണ്ടിയിൽ കയറി വന്നു കഴിഞ്ഞാൽ അപ്പം തൊട്ട് വേർത്ത് വിടണം. ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിടണം കുറച്ച് നേരം. അപ്പോൾ അത് കാരണം ഗ്ലാസ്സും ഉണ്ട് കയ്യിൽ. അതുപോലെ നമ്മൾ വണ്ടി വന്നപ്പോൾ മുതൽ ആദ്യം പ്ലേറ്റും അതുപോലെ തന്നെ എന്താ പറയുക ഗ്ലാസ്സും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വണ്ടിയിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പോവുകയാണ്. ഫുഡ് വെക്കലോ നടക്കണില്ല. അപ്പോൾ എന്തെങ്കിലും വെള്ളം ഉണ്ടാക്കി ഒന്ന് കുടിച്ചു നോക്കാം. നമുക്ക് ആ സംതൃപ്തി വണ്ടിയിൽ ഇരുന്ന് എന്തെങ്കിലും ഉണ്ടാക്കി തിന്നണതിൻ്റെ അല്ലെങ്കിൽ കുടിക്കണതിൻ്റെ സംതൃപ്തി കിട്ടണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നോക്കട്ടെ കേട്ടോ. മുറിക്കാൻ പറ്റുമോ പിഴിയാൻ പറ്റുമോ എന്നൊക്കെ നോക്കി നോക്കട്ടെ. ആദ്യം തന്നെ ഗ്ലാസ് എടുക്കുക. ഗ്ലാസ് എടുത്തതിന് ശേഷം നാരങ്ങ മുറിക്കുക. നാരങ്ങ മുറിച്ച് ഒരു പീസാക്കിയിട്ട് ഇതിൻ്റെ ഇത് പോകാൻ വേണ്ടിയിട്ട്, അതായത് കുരു കളയാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഞെക്കുക. അപ്പോൾ ആ കുരുകളൊന്നും ഇതിൻ്റെ ഉള്ളിൽ പെടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ ഒരു കുടച്ചില കുടങ്ങി അതിന് ശേഷം ഇങ്ങനെ ഇതിനകത്തേക്ക് ഒരൊറ്റ പിഴിച്ചിൽ. അപ്പോൾ ആദ്യമായിട്ട് കുട്ടികളാരെങ്കിലും നാരങ്ങ സോഡയോ നാരങ്ങ വെള്ളമോ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടു ഇങ്ങനെ പിഴിഞ്ഞ് ഇനി ഞെക്കണൊരു സാധനം കിട്ടും കടകളിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഞെക്കണ സാധനം മേടിച്ചിട്ട് ഒറ്റ ഞെക്കിയാലും മതി. ഇല്ലെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഒറ്റൊരു വടി പിടിക്കണം നമ്മൾ. കണ്ടോ ഇങ്ങനെ. ഓക്കെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ നാരങ്ങയുടെ തൊലി പുറത്തേക്ക് നീട്ടി വലിച്ചെറിഞ്ഞ് കളയണം. അങ്ങനെ അതിന് ശേഷം നമ്മുടെ കൈകൾ വൃത്തിയായി തുടച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഉപ്പ് നമ്മുടെ പാത്രത്തിൽ നിന്ന് നമ്മൾ ശേഖരിച്ചിട്ടുള്ള ഉപ്പ് പാത്രമുണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉപ്പ് പാത്രം. ഈ ഉപ്പ് പാത്രത്തിൽ നിന്ന് കുറച്ച് ഉപ്പ് എന്ത് ചെയ്യണം, നമ്മളിതങ്ങോട്ട് തുറക്കണം. തുറന്നിട്ട് ഇതിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് ഇത്ര ചെറുതായതുകൊണ്ട് ഇത് ഇത്ര ഉപ്പ് മതി കേട്ടോ. ഇത്ര ഉപ്പ് തന്നെ കൂടുതലാണ്. ഇത് കണ്ടോ, ഇത് തന്നെ കൂടുതൽ, എത്ര ആവശ്യമില്ല. പിന്നെ ഉപ്പ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടി വന്നാൽ ഇത്ര ഉപ്പ് വരെ ഇടാം. ഇത് കൂടുതൽ കേട്ടോ. ഇതങ്ങോട്ട് ഇടുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നാരങ്ങ വെള്ളം ഉണ്ടാക്കണമെങ്കിൽ കണ്ട. അപ്പോൾ അങ്ങനെ നിന്നിട്ട് നമ്മുടെ ലോറി ലൈഫിൽ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ അങ്ങോട്ട് കുറേ നാളുകൾക്ക് ശേഷം അങ്ങോട്ട് നോക്കി കണ്ട. ഇനി നമ്മുടെ വെള്ളത്തിൻ്റെ ജഗ് ഇവിടെ ഉണ്ട്. ഇതാകുമ്പോൾ എന്താണെന്നറിയോ, നമുക്ക് എ സിയുടെ വെൻറ്റ് ഇങ്ങോട്ട് ബാക്കിലേക്ക് ഇരിക്കുന്നതുകൊണ്ട് ഇത് എപ്പോഴും തണുത്തായിരിക്കുള്ളൂ വെള്ളം. അപ്പോൾ അത് തന്നെ ചൂടാവില്ല. പക്ഷേ നമ്മൾ ഡോർ പേഡിലൊക്കെ പിടിച്ചു വെച്ചിട്ടുള്ള വെള്ളമില്ല, അവിടെയും അതുപോലെ തന്നെ അതെ ഇവിടെയും ഈ ഡോറിൻ്റെ പേഡിലൊക്കെ നമ്മൾ വെള്ളം ശേഖരിച്ച് വെക്കാറുണ്ട്. ആ വെള്ളമൊക്കെ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ഇത് എന്തെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രസ് അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ ഇങ്ങോട്ട് വരും. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് പ്രസ് ചെയ്യട്ടെ കേട്ടോ. കണ്ടോ, കറക്റ്റ് വെള്ളം ഇത് ചെയ്തു. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇളക്കുക. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് കൂടുതൽ വേണ്ട ആൾക്കാരാണെങ്കിലേ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും, അത് ഭയങ്കര ഉപ്പായിരിക്കും. അപ്പോൾ നമ്മൾ ഇളക്കണ്ട, അങ്ങനെ നമ്മൾ എടുക്കുക. എന്നിട്ട് ഉപ്പ് കൂടുതലുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാം. അതിന് ശേഷം നമുക്ക് കുടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളം റെഡി. വണ്ടിയിൽ തന്നെ വെച്ചുണ്ടാക്കിയാൽ നാരങ്ങ വെള്ളത്തിന് ടേസ്റ്റ് കൂടുതലുണ്ടോ നോട്ടെ. ഇല്ല, ഇളക്കണം. ഉപ്പ് കുറവാണ് ഗൈസ്. ഉപ്പ് വളരെയധികം കുറഞ്ഞു. നാരങ്ങയുടെ പുളി വളരെയധികം കൂടി. നോക്കട്ടെ ഇനി അല്ലെങ്കിൽ ഉപ്പ് ഉണ്ടോ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പിൻ്റെ അളവൊക്കെ മറന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇളക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ വണ്ടിയിലിരുന്ന് ഉണ്ടാക്കി കുടിക്കുമ്പോൾ അതിൻ്റെ സുഖം ഉണ്ട് കേട്ടോ, രസമുണ്ട്. വീട്ടിലാണെങ്കിൽ അത് ഫീൽ കിട്ടില്ല. ഇത് കടയിൽ പോയിട്ട് നമ്മൾ കുടിച്ച് ശീലമുള്ളൂ. വണ്ടിയിലൊന്നും ഉണ്ടാക്കിയിട്ടുള്ള ശീലമില്ല. എനിക്ക് തോന്നുന്നു പണ്ടങ്ങാണ്ട് ഞങ്ങൾ ടൂർ പോയപ്പോൾ ഞാനും ഇതേം പോയ സമയത്ത് കുറേ നാരങ്ങയൊക്കെ മേടിച്ച് വെച്ച് ഞങ്ങൾ കുപ്പിയിൽ കലക്കി വയ്ക്കായിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തന്നെ ഉപ്പുവെള്ളം കുടിക്കുമായിരുന്നു.
അതിന് ശേഷം ഇപ്പോഴാണ് കൊല്ലങ്ങൾക്ക് ശേഷം. അടിപൊളി. കുറേ ഉപ്പൊക്കെ മേത്തുനിന്ന് പോകുമ്പോഴേ കുറച്ച് ഉപ്പ് മേത്തേക്ക് കയറണം നല്ലതാ. അയ്യോ ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിർത്തട്ടെ കുറച്ച് നേരം. കണ്ട വണ്ടിയിൽ നിന്ന് വീണ്ടും സിമൻറ്റ് ഇറക്കാനായിട്ട് തുടങ്ങിയിട്ടോ. കുറേ സിമൻറ്റ് ഇതിപ്പോൾ ഒരു 80 ചാക്ക് കൂടി ഇറക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു 10-200 ചാക്ക് കൂടി ഇറങ്ങിയെങ്കിൽ നമ്മൾ ഫ്രീ ആയേനെ. ഇപ്പോൾ ഒരു 5 ചേട്ടന്മാർ, ഒരു ചേട്ടൻ അപ്പുറത്തേക്ക് പോയി 5 ചേട്ടന്മാർ വന്നിട്ട് ഇപ്പോൾ നിലവിൽ ഒരു 80 എണ്ണം വേണമെന്ന് പറഞ്ഞപ്പോൾ വന്നു. ഇതേപോലെ 2-3 പേരും വരും വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് നാളെ ലോഡ് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടു, നമ്മളിവിടെ പോസ്റ്റാവും. ഈ സമയം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 മണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളത് അറിയില്ല. ഇതാണ് കേട്ടോ ഈ സൈഡിൽ ബോഡി തുറക്കാൻ പറ്റാത്ത ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കണ്ടോ. അപ്പോൾ അവിടെ നിന്ന് ധൈര്യമായിട്ട് ഇത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പണി ഭയങ്കര എളുപ്പമുണ്ട്. മറ്റെന്ന് പറഞ്ഞാൽ ബാക്കിൽ കൂടെ ചുമന്ന് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ബോഡിയുടെ പുറത്ത് മൂടിൽ വെച്ചതിന് ശേഷം വേണം പൊക്കി ഇടാനായിട്ട്. അപ്പോൾ ഇരട്ടി പണിയാണ്. ഇതാകുമ്പോൾ സുഖമായിട്ട് കണ്ടോ വലിച്ചെറിഞ്ഞ് ഇവിടെ അട്ടിയിലേക്ക് പൊളിക്കാൻ പറ്റും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത്ര എളുപ്പമുണ്ട്. പിന്നെ പൊടിയുണ്ട് കേട്ടോ. ഞാൻ കഴുകിയിട്ടതൊക്കെ വെറുതെ ആയെന്ന് തോന്നുന്നുണ്ട്. കുറേ രാവിലെ മുഴുവൻ ഫ്രണ്ടും ഒക്കെ കഴുകിയിട്ടതായിരുന്നു. അത് വെറുതെ പൊടി നന്നായിട്ട് പറക്കുന്നുണ്ട്. ഈ വണ്ടിയിൽ 80 എണ്ണമായി കേട്ടോ. തട്ടിയിട്ട് ഇനി തിരിച്ചു വരുമോ എന്നുള്ളത് അറിയില്ല. അതാണ് ആൾ പറഞ്ഞത്. ഇനിയിപ്പോൾ വേറെ ഓട്ടം കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഇയാളെ ഇറക്കിയിട്ട് ചിലപ്പോൾ വീണ്ടും വരും. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ആളും ഇനി തിരിച്ചു വരില്ല. ഇവിടെ നോക്കി ആ വണ്ടി കൊണ്ടുവന്നിട്ട് ഉരച്ചു എന്നേ ഇതേക്കടെ ഉരഞ്ഞിട്ട് കണ്ടു. വലിയ സ്ഥലങ്ങളൊക്കെ പോയി ചേർത്ത് കൊണ്ടിട്ട് ഇവിടെ അടിച്ചു. ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു. ആദ്യം വന്നപ്പോൾ ഇതുവരെ ചെറുതായിട്ട് ഉരഞ്ഞു. പിന്നെ വന്നപ്പോൾ ഫുള്ള് ഉരച്ച് ചേർത്ത് നിർത്തണോണ്ടേ ഉരഞ്ഞ് ആകെ തവിട് പൊടിയായി. സംഭവം ഉള്ളിലാണ്, കനമുള്ള കേസല്ല. എന്നാലും വണ്ടി ഒരയുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും വരയ്ക്കുകയാണേ. അതാണ് പ്രശ്നം. ഈ ചേട്ടന്മാരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടോ. അപ്പോഴാണ് മനസ്സിലാവണത് ഇത് എന്താണ് സംഭവം, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടി എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തു നിന്ന് ഇതേപോലെ കെട്ടായിട്ട് ചകിരി വരും. അപ്പോൾ ഇങ്ങനെ ചകിരി ചകിരിയല്ല ഈ ചകിരി ചോറ് ഇതേപോലെ ഇതെങ്ങനെ ആക്കണമെന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിതെങ്ങനെ അഴിച്ച് ഫുള്ള് ഇതേ അവിടെ നൂലൊക്കെ മാറ്റിയിട്ടേക്കണം കേട്ടോ. അതേപോലെ ഇങ്ങനെ കെട്ടി വരുന്ന സാധനം അഴിച്ചിട്ട് ഇതേപോലെ ആക്കും. ഇതേപോലെ ഇങ്ങനെ ലൂസാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ പറയുന്നത് ഈ സാധനം കണ്ടെയ്നറിലൊക്കെ കയറ്റി കൊണ്ടുപോകും. ഗൾഫിലേക്കൊക്കെയാണ് കൂടുതലും കൊണ്ടുപോകുന്നത്, കൃഷി ആവശ്യങ്ങൾക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പൈപ്പ് ഇടാനൊക്കെ. ഇതാണ് ഫുൾ പണി കഴിഞ്ഞൊരു സാധനം എന്ന് പറയുന്നത്. കണ്ടു ഈ കിടക്കണ പ്ലാസ്റ്റിക് കയറിൽ കെട്ടിയിട്ടുള്ളതും പിന്നെ അതുപോലെ ഈ ഒരു സംഭവം കണ്ടോ. ഇതാണ് നമ്മൾ ഇവിടെ കിടക്കുന്നത്. ഇത് മൊത്തം ഇതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലായിരുന്നു പറഞ്ഞില്ലേ. ഈ സംഭവം മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയ കയറ് പോലെ തോന്നിയാലും ഇത് ഇതേപോലെ വികസിക്കും. ഈ ചകിരി മെല്ലെ ഈ അജീഷ് കിടക്കുന്ന ഈ സാധനമില്ലേ, ഈ സാധനത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നീട്ടി ഇതിൻ്റെ നീളം കണ്ടോ ഇങ്ങനെ നീട്ടിയിട്ടിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു ഇടിക്കണ സാധനം എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോയി ഇവിടുന്ന്. അപ്പോൾ ആ സംഭവം ഇപ്പോൾ ഇതിനകത്ത് കണ്ടോ ഓട്ടയ്ക്കായിട്ട് വർക്കൊന്നും നടക്കണില്ല. അപ്പോൾ അവർ പറഞ്ഞ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് ഈ സംഭവം ഇതിനകത്ത് ഇടിച്ച് ഇതിനുള്ളിലേക്ക് കയറ്റി ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നർ നിറച്ച് സാധനങ്ങളാകുമ്പോൾ ഇവിടുന്ന് കയറ്റി പോകും. അങ്ങനെയാണെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ പ്രവർത്തനം നടക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ കിടക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിറയ്ക്കാൻ വേണ്ടി ചകിരി നിറച്ച് ഇതേപോലെ നീളത്തിൽ ഇതിപ്പോൾ ഇവിടുന്ന് മുതൽ ഇത്ര നീളമുള്ളൂ. ആൾ പറഞ്ഞ ഇവിടുന്ന് മുതൽ ആ റൂമിൻ്റെ അത്ര നീളമുള്ള വലിയ ഇതിൽ വരെ, അതായത് ഒരു കണ്ടെയ്നറിൻ്റെ നീളത്തിൽ വരെയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത്. അജീഷിന് നല്ല കൊതുകടി കിട്ടിയിട്ട് എഴുന്നേറ്റ് പോകുന്നതായിരുന്നു നേരത്തെ. ഇപ്പോൾ കൊതുകടിക്കണല്ലേടാ? ഇല്ല, അവൻ കൊതുകടി കൊള്ളാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ വണ്ടിയുടെ ഉള്ളിൽ ചൂടായാലും വേണ്ടില്ലെന്ന് വെച്ചിട്ട് കുറച്ച് നേരം വണ്ടിയുടെ ഉള്ളിൽ തന്നെ പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ചിലപ്പോൾ ഒരു 125 എണ്ണക്കടിയും കയറ്റുമെന്ന് പറയുന്നുണ്ട്. പിന്നെ 25 എണ്ണം ബാക്കി വരുള്ളൂ. 25 എണ്ണക്കടി ബാക്കി വരുവാണെങ്കിൽ അവർ പറഞ്ഞ് എവിടെയെങ്കിലും ഇറക്കി വെച്ചിട്ട് നിങ്ങൾക്ക് പോകാനുള്ള സജ്ജീകരണം ചെയ്തു തരാമെന്ന്. പക്ഷേ എനിക്ക് തോന്നണില്ല നടക്കുമെന്ന്. ഇനിയിപ്പോൾ 125 എണ്ണത്തിൻ്റെ വണ്ടി വന്നാലാണ്. അപ്പോൾ ആരെ വിളിച്ച് ചോദിക്കണമെന്ന് പറഞ്ഞു. ശരിയാവുകയാണെങ്കിൽ ചിലപ്പോൾ അതുകൂടിയും കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇല്ല. ദേ അവർ പോയി. അപ്പോൾ രക്ഷയില്ല. ദേ കണ്ട അവർ വിട്ടു. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ പെട്ടു ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ഏറെക്കുറെ പരിപാടി അവസാനിച്ചു. 175 ചാക്ക് ഇനി ബാലൻസ് ഉണ്ട്. അപ്പോൾ വല്ല മഴ അങ്ങനെ വരികയാണെങ്കിൽ പായ വീണ്ടും ഇടേണ്ട വരില്ല ജീഷേ? അല്ലാണ്ട് രക്ഷയില്ലല്ലോ, ഈ പായപ്പുറത്ത് നിൽക്കില്ലല്ലോ. അപ്പോൾ പായ ഇടേണ്ട വരും. അവർ പറഞ്ഞ നാളത്തേക്ക് മാക്സിമം നോക്കാം. നാളത്തേക്ക് ഓർഡറൊന്നും വന്നിട്ടില്ല. നാളത്തേക്ക് ഓർഡർ വന്നില്ലെങ്കിലാണ് പ്രശ്നമാവുക. കാരണം നാളെങ്കിലും കിടക്കേണ്ടി വരും. അപ്പോൾ നാളെ ഓർഡർ വരികയാണെങ്കിൽ നാളെ തന്നെ ഇറക്കി തരാം. ഇനിയിപ്പോൾ 175 ചാക്കിൻ്റെ കേസുള്ളൂ. പക്ഷെ അത് ഓർഡർ കിട്ടണ്ടേ. അപ്പോൾ ആണെങ്കിൽ നാളെ ഇറക്കി തരാമെന്നാണ് പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ വീണ്ടും ഒരു ദിവസം കൂടിയും കിടക്കേണ്ടി വരും. ഇതൊക്കെ ഇങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അജീഷ്. എല്ലാം ഇങ്ങനെ എന്താ പറയുക അനുഭവത്തിൽ നിന്നാണല്ലോ പഠിക്കുക.
നമ്മൾ എന്താ പറയുക, ഒരു ട്രിപ്പ് ഇത്ര അകലേന്ന് ഓടി വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിടന്ന് ഒരു ദിവസം പോയി 2 ദിവസം പോയി. ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ട്രിപ്പ് എന്ന് കയറ്റിയതാണ്? നീ ചൊവ്വാഴ്ച കയറ്റിയതല്ലേ? ചൊവ്വാഴ്ചയല്ലേ ഈ ട്രിപ്പ് കയറ്റിയത് അല്ലേ? ബുധൻ വ്യാഴം 2 ദിവസം കഴിഞ്ഞു, 3 ദിവസമായി ലോഡ് കയറ്റിയിട്ട്. പക്ഷേ 3 ദിവസമായിട്ട് ഇറക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ നാളെക്കിട്ട് ഇറക്കി കിട്ടിയില്ലെങ്കിൽ ഒരു ലോഡിന് 4 ദിവസമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലേ വലിയ പ്രശ്നമാവും. നമ്മുടെ ടയർ അന്ന് റീസോൾവ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായിരുന്നില്ല. ഈ ഒരു പൊളിച്ചുള്ളത് കൊണ്ടാണ്, ഉള്ളിലേക്ക് പൊളി ഉള്ളത് കൊണ്ടാണ് റീസോൾവ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. ഇത് കണ്ടോ, ആ മണ്ടം കൊണ്ടുവന്ന് വണ്ടി വരച്ചത് കണ്ടോ നീ? ഇത് 2 പ്രാവശ്യം വരച്ചു വന്നത്. ഞളക്കി ഉള്ളി കളഞ്ഞു. ഞാൻ എത്ര പ്രാവശ്യം സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് പറയാം, വണ്ടി ചേർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഉരയ്ക്കാണ്ട് എടുത്തുകൂടെ? ഇപ്പോൾ ചേർന്ന് എത്ര വേണമെങ്കിലും വന്നോട്ടെ. ഇടിപ്പിച്ചിട്ടാണോ നിർത്തുന്നത്? വേറെ എവിടെ ഇടിച്ചില്ല ഭാഗ്യത്തിന്. ഞാൻ വിചാരിച്ചു വീൽ കപ്പ് ഇതൊക്കെ കളയുന്നു ജാമാക്കിച്ചിട്ട്. പിന്നെ എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇവിടെ ഒരു തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ ഒരു കുളം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയി ഞാനൊന്ന് കുളിക്കാൻ പോവാം. അജീഷ് വരുന്നില്ല എന്ന് പറഞ്ഞത്. അജീഷ് ഇവിടെ കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്തായാലും അവിടെ പോയി ഒന്ന് വെള്ളത്തിൽ ചാടാനുള്ള പരിപാടി. കാരണം നല്ല വെയിലായിരുന്നു. അപ്പോൾ ശരിക്കും കുറേ നേരം വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ ചെറിയ ആശ്വാസം കിട്ടും. അപ്പോൾ അത് തന്നെയല്ല, വെള്ളത്തിൽ നീന്തി കുളിച്ചിട്ട് കുറേ നാളായി. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇനി ഒന്നും ചെയ്യാനില്ല, വെറുതെ ഇരിക്കൽ മാത്രമേ ഉള്ളൂ. ഇനി ഭക്ഷണം കഴിക്കാൻ കുറേ കഴിയുമ്പോൾ അതുവരെ വെറുതെ ഇരിക്കില്ല. അപ്പോൾ ഇവിടെ ഇരുന്ന് ബോറടിക്കാൻ നല്ലത് അമ്പലത്തിൻ്റെ കുളത്തിൽ കുറേ നേരം വെള്ളത്തിൽ ചാടി കഴിയുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് വാജിയില്ലല്ലോ, വേണമെങ്കിൽ ചായ പിടിച്ചുതരാം വന്ന കൂട്ടിന്. ഇല്ല, എന്നാൽ ശരി, നീ വെയിറ്റ് ചെയ്യും, ഞാൻ പോയിട്ട് വരാം. അയ്യോ ഇവിടെ അടച്ചു, ഈ ഗേറ്റ് ഇവിടെ അടച്ചു. ഇനിയിപ്പോൾ ഇപ്പുറത്ത് ഈ ഗോഡൗണിൻ്റെ ഓണറുടെ വീടാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്ന് വേണം ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് കേട്ടോ. ഇത് ലൈൻ പൈപ്പാണ് കേട്ടോ ഈ ഇരിക്കണത്. ഞങ്ങൾ രാവിലെ ഇവിടെ മുഖമൊക്കെ കഴുകിയത് ഈ പൈപ്പിലായിരുന്നു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഇതാണ് ഗോഡൗൺ എന്ന് പറഞ്ഞാൽ ഇറക്കി വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് പോയി ഗോഡൗണിന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ വെള്ളമില്ലേ, ഞങ്ങൾ രാവിലെ മുഖം കഴുകിയതൊക്കെ ഇതിലായിരുന്നു. ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പൈപ്പാണ്. നല്ല ബെസ്റ്റ് വെള്ളം കേട്ടോ. നമ്മൾ വായലൊക്കെ വെക്കുമ്പോൾ അവരുടെ വീടിൻ്റെ ഉള്ളിലത്തെ വെള്ളം തന്നെ ഒരു എയിമില്ല, ഒരു ജാതി പൊട്ട ചൊവയാണ്. പക്ഷേ ഇതിലത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വെള്ളമാണ്. ഇനി കുറേ നടക്കാനുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് കുറേ നടന്നിട്ട് പോയിട്ടാണ് ഊണ് കഴിച്ചതൊക്കെ. പിന്നെ അവിടം വരെ അതിലും കൂടുതൽ നടക്കാണ്ടെന്ന് എനിക്ക് തോന്നണം. അത് കൂടുതലുണ്ടെങ്കിലും പോയി ഒന്ന് കുളിച്ചിട്ട് വന്നൊരു ഉഷാറാവും. വെയിൽ ഇത്ര അധികം ആയതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഉള്ളിലിരുന്നാലും വലിയ കാര്യമായിട്ട് വയർക്കൊന്നുമില്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. വണ്ടിയുടെ ഉള്ളിൽ കയറി ഇരുന്നാലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുളിച്ച് വന്നാലും വയർക്കും. പിന്നെ ചിലപ്പോൾ കിടക്കാൻ നേരത്ത് വീണ്ടും ഇവിടെ പൈപ്പിൽ ഒന്നുകൂടെയും കുളിക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, എന്തായാലും ഒന്ന് പോയി കുളിച്ചിട്ട് വരാം. ഒരു ചായയും കുടിക്കാൻ പോണ വഴിക്ക്. ഇന്നത്തെ വീഡിയോ എന്തായാലും പടപടേന്ന് അപ്ലോഡ് ആവും. കാരണം കണ്ടോ, നമ്മുടെ ടവർ, വണ്ടൻ ടവർ തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അതായത് നല്ല റേഞ്ച് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം എനിക്ക് തോന്നുന്നു വീഡിയോ കയറാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. സാധാരണ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരേക്കും ആകുമ്പോഴാണ് ഒരു വീഡിയോ അപ്ലോഡ് ആവുന്നത്. ഇത് ഇങ്ങനത്തെ റേഞ്ചുള്ള വലിയ ടവറുകൾ അടുത്തുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തായാലും രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടുമ്പോഴേക്കും ചിലപ്പോൾ നേരം വൈകുമ്പോൾ ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമായി, പറ്റുകയാണെങ്കിൽ സുഖമായി അപ്ലോഡ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. വീണ്ടും നമ്മളിതേ ആ ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ടൗണിലേക്ക് തന്നെ എത്തിയിട്ടാം. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണെന്ന് കേട്ടോ പറഞ്ഞത്. ഈ വഴി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണ് കഴിച്ച ഹോട്ടലാണ് കേട്ടോ, വനിതാ ഹോട്ടൽ, അനശ്വര കുടുംബശ്രീ. ഇവിടുന്ന് കുറച്ചുകൂടി നടക്കണം എന്നാണ് പറഞ്ഞത് അമ്പലത്തിൻ്റെ അവിടേക്ക്. എന്തായാലും കുറച്ചുകൂടി കൂടി പോയി നോക്കാം. അവിടുന്ന് കുറേ ഉണ്ട് കേട്ടോ നടക്കാം. വണ്ടി ഒതുക്കി അവിടത്തുനിന്ന് എനിക്ക് തോന്നുന്നു കുറച്ചധികം ദൂരമുണ്ട്. എന്നാലും കുഴപ്പമില്ല. കുറേ നേരം വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാലേ മാനസികമായിട്ടൊരു ഉന്മേഷം വരും. അല്ലെങ്കിൽ ആ ഒരു മേലെ കൊട്ടണം പോലത്തെ ഒരു ഫീല്. അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടാ. അമ്പലത്തിൻ്റെ കുളം ഈ കാണുന്നതാണ്. വെള്ളം നന്നായിട്ട് കുറവായതുകൊണ്ട് തന്നെ അത്ര സൂപ്പർ വെള്ളമല്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. നിറച്ച് മീനുകളാണ് കേട്ടോ. ഇവിടെ ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ നല്ല വെള്ളം. ആ മൂലിക്കലൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ കച്ചറയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. എന്തോരം മീനാണ് നോക്കി. മീനുണ്ട്, ഓയ് നല്ല വലിപ്പമുള്ള മീൻ വരെയുണ്ട് കേട്ടോ. കണ്ടോ, നിറച്ച് മീനുകളുണ്ട്. ഇതിപ്പോൾ കുളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മീൻ കൊത്തിയിട്ട് നമ്മൾ നിലം തുടിക്കില്ലല്ലോ. എന്തായാലും ഒന്ന് കുളിച്ചിട്ട് പോവാം. എന്തായാലും അടിപൊളിയായിട്ട് കുളിച്ചു, സൂപ്പറായി. കുറേ നേരം 1 മണിക്കൂറോളം വെള്ളത്തിലങ്ങ് മുങ്ങിക്കിടന്നു. ഹാപ്പി ആയിട്ടോ. ഒരു സന്തോഷം എന്ന് പറയില്ല, നാട്ടിലും ആകെ ഒരു ജാതി പുകച്ചിലെടുക്കുകയായിരുന്നു. എന്തായാലും സന്തോഷമായി, ഹാപ്പി ആയി. എല്ലാം ഉണങ്ങി, തുണികളും ഉണങ്ങി.
എല്ലാം ക്ലീനായി. അപ്പം ഇനി നേരെ വണ്ടിയിലേക്ക് പോവാം. എന്തെങ്കിലും വെള്ളം കുടിക്കണം. എന്നിട്ട് വരുമ്പോൾ ചായ കുടിച്ച് വന്ന പക്ഷേ വെള്ളം പാകം മാറില്ല. നമ്മൾ സ്ഥിരം അങ്ങനെ എന്താ പറയുക വെയിലത്തിറങ്ങി നടക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പറ്റണില്ല. അപ്പോൾ എന്നും വണ്ടിയിൽ കണ്ടിന്യൂസ് പോവുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇതിപ്പോൾ വല്ലപ്പോഴേക്കും ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേളൂർ വട്ടം ചേർത്തല ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ എന്തായാലും ഈ വഴിക്കൊക്കെ ഇങ്ങനെ വന്നു നടന്ന് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. സാധാരണഗതിക്ക് വണ്ടിയിലൊക്കെ പോകുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ പോയിട്ട് ഇറങ്ങി നടക്കാനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് പറ്റില്ലല്ലോ. വണ്ടിയിൽ വന്നു ഇവിടെ ഹോൾട്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ സ്ഥലത്തൊക്കെ ഇറങ്ങി നടന്ന് ഏതൊക്കെ സ്ഥലങ്ങളിൽ കാണാനൊക്കെ പറ്റി. ഇതൊരു ഹോട്ടലാണല്ലോ, വലിയ ഹോട്ടലാണല്ലോ. വൈകുന്നേരം ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ വഴിക്ക് വരാം. വേളൂർ വട്ടം യമഹയുടെ ഷോറൂം, അതുപോലെ തന്നെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ്, പിന്നെ അമ്പലമാണ് കേട്ടോ. അമ്പലത്തിൽ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഈ വഴിക്കാണ് അമ്പലത്തിലേക്ക് അങ്ങോട്ട് കടന്നു പോയേ. ഇതിലങ്ങോട്ട് ഇടവഴി ഉണ്ട്. ഇതിലങ്ങോട്ട് നേരെ നടന്നു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്താം. അപ്പോൾ നേരെ അതിലങ്ങോട്ട് നടന്നു പോയി. അപ്പോൾ അവിടെ ബാക്ക് വഴിക്കായിരുന്നു. ഇപ്പോൾ ഞാൻ ഫ്രണ്ടിലെ കവാടത്തിൻ്റെ അതിലാണ് നടന്ന് ഇതിലങ്ങോട്ട് വന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ ഫുൾ പോസ്റ്ററാണല്ലോ. സബോള 4 കിലോ 100 രൂപ. ഇത് വൈകുന്നേരം ഇവിടെ കടയുണ്ടാണോ അറിയില്ലല്ലോ, ഒന്ന് ചോദിച്ചിട്ട് പോകണോ, അല്ലെങ്കിൽ ഇവിടേക്ക് തന്നെ ഒരു നന്നാവുക. യമഹ മാത്രമല്ല ഹീറോയും ഉണ്ട് കേട്ടോ. ഹീറോയിൻ്റെ സർവീസ് സെൻ്ററാണോ ഷോറൂമാണോ? അല്ല, ഷോറൂം തന്നെയാണ്, സർവീസ് സെൻ്റർ അല്ല. ഈ ഒരു ഫാക്ടറി ഭയങ്കര വലിയ ഫാക്ടറി ആട്ടോ, കയർ ഫാക്ടറി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങ് അവിടെ നമ്മുടെ ആ വഴി അവസാനിക്കുന്നിടത്തുനിന്ന് നമ്മൾ വണ്ടി കിടക്കുന്നിടത്തോളം വരെ ഫുള്ള് ഇത് തന്നെയാണ്, ഈ ഫാക്ടറി തന്നെയാണ്. എത്ര വലിയ ഫാക്ടറി അത്. ഇത് കയറിൻ്റെ നമ്മൾ ആ നേരത്തെ നമ്മൾ അവിടെ കണ്ടിട്ടുള്ള ടൈപ്പ് കയറിൻ്റെ ഫാക്ടറി വലുതായിരിക്കും. എന്താണെന്നുള്ളത് അറിയില്ല. കയർ മാറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കയർ മാറ്റിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം. ഉള്ളിലൊന്നും കയറാൻ പറ്റാത്ത കാരണം നമുക്കിങ്ങനെ പുറത്ത് ഇന്നതാവും എന്ന് വിചാരിക്കാം. അത് തന്നെ. നേരത്തെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടിട്ടുള്ള മൊബൈൽ ടവർ കണ്ടു. എൻ്റെ പൊന്നോ, ഇങ്ങനത്തെ ഒരു മൊബൈൽ ടവർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സംഭവം ഇത്ര വലുത്. ഇത് അത് മാത്രമല്ല എന്നുണ്ട്, വേറെ എന്തൊക്കെ സംഭവം ഉണ്ടെന്നുണ്ട്. മൊബൈൽ ടവറിന് വേണ്ടി മാത്രം ഇത്ര അധികം ഉണ്ടാവുമോ? ചിലപ്പോൾ ആയിരിക്കും കേട്ടോ, അറിയില്ല. എന്തായാലും കണ്ടിട്ട് ഞെട്ടി. എന്തായാലും അത്ര വണ്ട സംഭവമായി. അയ്യോ, ഈ ബേക്കറിയിൽ നേരത്തെ ചായ കുടിച്ചു. അത് കഴിഞ്ഞ് ഒരു ജ്യൂസ് കുടിച്ചു. ഇനി ഒരു ജ്യൂസ് കൂടിയും കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് എന്തെങ്കിലും ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ജ്യൂസ് കൂടിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കൂടിയും കുടിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ. അല്ലെങ്കിൽ ഇവിടുന്ന് വിടില്ലെന്ന് വിചാരിക്കും. വിടില്ലെന്നല്ല, ദാഹം കൊണ്ട് നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെ MJ ബേക്കറി കയറിയിട്ട് 2 ലൈമും അതുപോലെ തന്നെ ലഡും സാധനങ്ങളൊക്കെ കഴിച്ച് വയർ ഫുള്ളായി. ഇനിയിപ്പോൾ ചോറുണ്ടില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് പറയില്ലേ. ഇപ്പോൾ അജീഷിന് ചോറിനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരണുള്ളൂ. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുന്നില്ല. കാരണം അവിടം വരെ ഇനി നടക്കൽ വയ്യ. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ല ടൈം പാസ് ഉണ്ടായിരുന്നു ഇരിക്കാൻ. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ടൈം പാസ്സൊന്നുമില്ല. വെറുതെ ഇനി ഇപ്പോൾ എന്താ പറയുക, നേരൊന്നും പോകാണ്ട് വെറുതെ ഇരിക്കേണ്ട വരും. മൊബൈൽ നോക്കി പ്രാന്താവും. ഇപ്പോഴാണ് ഈ സമയം ഒരു 6:30 ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു 10 മണി വരെ ഇരുന്ന് മൊബൈൽ നോക്കുമ്പോഴേക്കും കണ്ണും ചെവിയും തലയൊക്കെ കാണാണ്ടാവും. അപ്പോൾ അതിനും ഭേദം ഇങ്ങനെ കുറച്ച് നേരം വിടുവുള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് സമയം പോക്ക് അതാണ്. ഇനി വല്ലയിടത്തേക്ക് നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വെയിലാറിയെങ്കിലും നടക്കാൻ പറ്റില്ല. വേർത്ത് കുളിക്കും നമ്മൾ. എന്താണെന്നറിയില്ല, നമ്മളുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ. മറ്റുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വെയിലറിക്കുന്ന സുഖമായിട്ട് നടന്നാലും പ്രശ്നമില്ല. ഈ ഹ്യൂമിഡിറ്റി ഇത്രയധികം കൂടുതലായ കാരണം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴേക്കും വേർത്ത് കുലിക്കുകയാണ്. ഇത് ഇവിടെ മാത്രമാണ് അങ്ങനെയെന്ന്. തമിഴ്നാട്ടിലൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മളുടെ കൂടെയാണ് കുറച്ച് നേരം വെയിലില്ലാത്ത സമയത്തായാലും തണുത്തേക്കട നടന്നാൽ വരെ വേർത്ത് കുലിക്കുന്നത്. ഓ, ഇതേ നമ്മളിപ്പോൾ ആ ഒരു നേരത്തെ കണ്ട ഫാക്ടറി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഗേറ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഒരുപാട് ഗേറ്റുകൾ ഉണ്ടായിരുന്നു. ഈ സൈഡിൽ നമ്മുടെ വണ്ടി കിടക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഗേറ്റാണ് ഈ കാണുന്നത്. ഇനിയും കഴിഞ്ഞിട്ടില്ല, അങ്ങറ്റം വരെ ഇതിൻ്റെ മതിൽ തന്നെയാണ്. നേരത്തെ കണ്ട ഫാക്ടറിയുടെ മതിൽ തന്നെയാണ് കേട്ടോ. എൻ്റെ പൊന്ന് ഗായ്സ്, ദേ നോക്കിയാൽ ഇവിടെ അജീഷ് കാണിക്കണ പണി. ഞാൻ കഴുകിയ വിവരമൊന്നും ഇവൻ അറിഞ്ഞില്ല. ഇവൻ കിടന്ന് നല്ല ഉറക്കമായിരുന്നു അവിടെ. ഞാൻ ഒരു റൗണ്ട് വണ്ടി കഴുകി തീർത്തതായിരുന്നു. അജീഷ് ഞാൻ വരുമ്പോഴേക്കും ദേ ഫുള്ള് വീണ്ടും 2ാം പ്രാവശ്യം വണ്ടിയുടെ ഉള്ളു മുതൽ പുറമൊക്കെ ഫുള്ള് കഴുകിയില്ലേ? 2ാം പ്രാവശ്യം. അപ്പോൾ ഇന്നിപ്പോൾ വണ്ടിക്ക് നല്ല സുഖമായി. കാരണം ചൂടുണ്ടെങ്കിലും വണ്ടി 2 പ്രാവശ്യം കുളിച്ചു എന്ന് പറഞ്ഞ പോലെ എൻ്റെ വക ഒരു കുളിപ്പിക്കലും കഴിഞ്ഞ്. നീ മോള് കഴിയായിരുന്നു? മോള് മാത്രം എനിക്ക് കയ്യെത്താത്ത വന്നുള്ളൂ. ഞാൻ പിന്നെ ഡോറ് തുറന്നിട്ടൊരു മുകളിലേക്ക് കയ്യെത്തിച്ച് കഴുകിയില്ല. ഈ ഗ്ലാസിൻ്റെ ഇവിടം വരെയും ഇതിൻ്റെ ഇവിടം വരെ ആയിരുന്നു കയ്യെത്തണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്ര കഴുകിയിട്ടുണ്ടായിരുന്നു ഈ എല്ലാ ഭാഗവും, ഗ്ലാസും മിററും മോളും ടോപ്പൊക്കെ. ഡാഷ്ബോർഡൊക്കെ തുടച്ചതാ. ഒക്കെ ഞാൻ തുണി വെച്ചിട്ട് ആ തോർത്തുമുണ്ടില്ലേ അത് വെച്ച് അടിപൊളിയായിട്ട് തുടച്ച് ഭംഗിയായിട്ട് ഡാഷ്ബോർഡും എല്ലാം എടുത്തതാ. എന്നിട്ട് കഴുകി കഴിഞ്ഞ് തുടച്ചു കൊടുത്തു ഭംഗിയായിട്ട് എല്ലാ ഭാഗവും. ഇപ്പോൾ അജീഷ് എന്തായാലും 2ാം പ്രാവശ്യം കൂടി ഒന്ന് കഴുകി കുട്ടപ്പനാക്കിയെന്ന് മാത്രം. ഇനി ഒന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ.
മൊത്തത്തിൽ വെള്ളം നിന്നുണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഒന്ന് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആവും. അപ്പോൾ ഞാനൊന്ന് തുടക്കട്ടെ. ഇന്ന് കിടന്നുറങ്ങാൻ പറ്റുമെന്ന് തോന്നണില്ല കേട്ടോ. ആ നിലയ്ക്ക് ഞങ്ങൾ വണ്ടിയൊക്കെ കഴുകണ സമയത്ത് ഇഷ്ടം പോലെ കൊതുക് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താവും എന്നുള്ളത് അറിയില്ല. മൊത്തം കഴുകി ക്ലീനാക്കി ബോണറ്റും ഡാഷ്ബോർഡും സീറ്റും ഒക്കെ തുടച്ച് വൃത്തിയാക്കി. ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ രണ്ടാം പ്രാവശ്യം വെള്ളം മുക്കി തുടച്ചു ക്ലിയറാക്കി. അതുപോലെ തന്നെ ക്യാബിൻ്റെ മുകളിലേക്ക് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ കഴുകി പെർഫെക്റ്റാക്കി തുടക്കലും കിടക്കും കഴിച്ചു. ഗ്ലാസും സംഭവങ്ങളൊക്കെ ഫുള്ള് തുടച്ചെടുത്ത് എല്ലാം ഭംഗിയാക്കിയിട്ട് ക്ലീൻ കഴുകലെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പരീക്ഷ കഴിയുമ്പോഴാണ് 100% ക്ലീനായത്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സൈസ് കഴുകലുണ്ട് എൻ്റെ. ആ ഒരു കഴുകലായിരുന്നു ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും ഫുൾ വ്യത്യാസമായിട്ട് നല്ല രീതിയിൽ മൊത്തം കഴുകി ക്ലീനാക്കി. അത് കൂടാണ്ട് തന്നെ ഞാൻ വീൽ കപ്പോ കാര്യങ്ങളോ ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അജീഷ് ഫുള്ള് വീൽ കപ്പും എല്ലാ സാധനവും പെർഫെക്റ്റായിട്ട് കഴുകി ക്ലീനാക്കി. കണ്ടു ഈ വീൽ കപ്പൊക്കെ കഴുകിയപ്പോൾ തന്നെ ഇത്ര നാൾ കൂടിയിട്ട് വീൽ കപ്പ് കഴുകിയപ്പോൾ മൊത്തത്തിൽ നല്ല കളറായി എന്ന് പറയില്ലേ, മൊത്തം അടിപൊളിയായിട്ടോ എന്തായാലും. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ മഴ എങ്ങാനും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നും ആവാൻ പാടില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തം പായയും കാര്യങ്ങളൊക്കെ വിരിച്ചു. ഇനി വല്ല മഴ വരികയാണെങ്കിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ. മഴ നനഞ്ഞ് സിമെൻറ്റ് നനഞ്ഞു എന്നുള്ളൊരു സംഭവം പറയാൻ പാടില്ലാത്ത കാരണം തന്നെ ഫുള്ള് ക്ലീനാക്കി മൊത്തം പായിട്ട് കണ്ടില്ലേ, എല്ലാ ഭാഗവും ഫുള്ള് അങ്ങോട്ട് പായിട്ട് അടിപൊളിയാക്കി. ഇത് കൂടാണ്ട് പിന്നെ ഞങ്ങൾ വേറൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോകാനുള്ള പരിപാടിയുണ്ട്. കാരണം അജീഷക്ക് ഇന്ന് പകൽ എന്താ പറയുക സുഭിക്ഷമായിട്ട് കിടന്നുറങ്ങി. ഞാനും ഒരുവിധം തിരക്കില്ലാതെ രാവിലെ നന്നായിട്ട് കിടന്നുറങ്ങിയായിരുന്നു. ഉച്ച വരെ അങ്ങോട്ട് കിടന്നുറങ്ങി. അപ്പോൾ അത് കാരണം ഞങ്ങൾക്കൊരാഗ്രഹം ഒരു സിനിമയ്ക്ക് പോയാലോ എന്ന് വിചാരിച്ച് നിൽക്കുക. കാരണം ഇവിടെ ടൈം പാസ് ഇല്ല. റോട്ടിലേക്ക് നോക്കിയിരുന്ന വല്ല വണ്ടിയെങ്കിലും കാണാൻ പറ്റിയായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് ഈ ഓടോൻ്റെ ഉള്ളിൽ ഈ അടച്ചിട്ടിട്ട് ശ്വാസം മുട്ടിട്ടിരിക്കുമ്പോഴേ ഒരു ശ്വാസം മുട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിനിമയ്ക്ക് പോയാൽ കൊള്ളാമെന്ന് ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ അപ്പോൾ അതിനൊന്ന് പോകണം. അപ്പോൾ അതാണ് പരിപാടി കേട്ടോ. അപ്പോൾ എന്തായാലും അജീഷ് കുളിക്കാൻ പോയിക്ക് കുളിച്ച് വരട്ടെ. അങ്ങനെ വണ്ടിയും കുളിപ്പിച്ച് ഞങ്ങളും കുളിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നേരെ ഫുഡ് അടിക്കാനായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഇറങ്ങണം. ചിലപ്പോൾ ഇനിയിപ്പോൾ ഹാർഡായിട്ട് വല്ലതും കഴിക്കണ്ടോ വേണ്ടത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആണ് അറിയുള്ളൂ എന്താവും എന്നുള്ളത്. അപ്പോൾ ഗേറ്റ് ഇവിടെ നിൽക്കണം, ആൾ ചുറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോയിട്ട് അങ്ങനെ വല്ല സിനിമ കാണാൻ ഇവിടെ അടുത്തെങ്ങാനും വല്ല സിനിമ തിയേറ്റർ ഉണ്ടെങ്കിൽ സിനിമ കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് കഴിഞ്ഞാൽ സമയം പോവില്ല. അപ്പോൾ 12 മണിക്കൊക്കെ വന്ന് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ 1 മണിയൊക്കെ ആവില്ല സിനിമ കഴിയുമ്പോൾ. അപ്പോൾ വന്ന് കിടക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഒറ്റ ഉറക്കത്തിനൊക്കെ ഉറങ്ങി പോകും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കുറേ നേരം കഴിയുമ്പോൾ എഴുന്നേക്കും, പിന്നെ ഉറക്കം കിട്ടില്ല അല്ല ഈശോ. ആ തന്നെയല്ല എന്താണ് ഈ പകൽ സുഭിക്ഷമായിട്ട് കിടന്നുറങ്ങിയ കാരണം പിന്നെ ഉറക്കം കിട്ടില്ല. പിന്നെ കൊതുകും നല്ല മേട്ടം വരുമല്ലേ നമ്മളെ. അതെ. അപ്പോൾ എന്തായാലും ഇവിടെ സിനിമ തിയേറ്ററിൽ നോക്കാം. ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ വിടാം. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓട്ടോറിക്ഷ കിട്ടി. ഞങ്ങൾ നേരെ സിനിമാ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് നിന്നിട്ട് EVM എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൊരു സിനിമാ തിയേറ്ററാണെന്ന് പറഞ്ഞ് 3 സിനിമ കളിക്കുന്ന തിയേറ്ററാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അവിടെ ഈ പടം കളിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് മുന്നേന്നോ എന്തൊരു പറഞ്ഞിട്ടുള്ള വിനീത് ശ്രീനിവാസൻ്റെ പടമാണ്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അടിപൊളി പടം തോന്നുന്നു. അപ്പോൾ എന്തായാലും അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ആദ്യം ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഹോട്ടൽ അത്ര വേണ്ട കേട്ടോ, സാധാ തട്ടുകട ടൈപ്പ് മതി. ഹോസ്റ്റലിൽ വേണ്ട, സ്റ്റാർ ഹോട്ടൽ വേണ്ട നമുക്ക്. സാധാ ഏതെങ്കിലും ഹോട്ടൽ മതി അല്ലേ? സ്റ്റാർ ഹോട്ടൽ വേണ്ടല്ലോ. അതന്നെ അജീഷിന് വേണ്ട, സ്റ്റാർ ഹോട്ടൽ വേണ്ട. ഞാൻ പേടിച്ച് പൊട്ടി തെറിക്കുകയും ചെയ്തേ. തങ്കി ജംഗ്ഷൻ അല്ലേ ഇത്? തങ്കി ജംഗ്ഷൻ. അപ്പോൾ തങ്കി ജംഗ്ഷനിൽ എവിടെയോ ഒരു ഹോട്ടലുണ്ട്. ഇന്ന് ഗാനമേള ഉണ്ടായിരുന്നോ? ഗാനമേള കണ്ടാൽ മതിയായിരുന്നു അല്ലേ? ഇത് കുറച്ച് നേരത്തെ പറയണ്ടേ, പെട്ടുപോയി. നമുക്ക് ടൈം പാസ് മതിയായിരുന്നു. അപ്പോൾ സിനിമ തന്നെ കാണണമെന്നുണ്ടായിരുന്നില്ല. ചിലപ്പോൾ റീമി ടോമിയുടെ ഗാനമേളയ്ക്ക് ആവും, അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാ. അതെ അല്ലേ? തങ്കി അമ്പലം ആണോ? അതേ ഇവിടെ ഹോട്ടലുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ഈ ഹോട്ടലിൽ നിർത്തിക്കോ. ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ അതേ ഇവിടെ തൊട്ടടുത്ത് നല്ല ഹോട്ടലുണ്ട്. അപ്പോൾ നല്ല ഹോട്ടലിൽ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് എന്തായാലും സിനിമയ്ക്ക് പോകല്ലേ. അപ്പോൾ നന്നായിക്കോട്ടെ. ഇനിയിപ്പോൾ ഗാനമേള കണ്ടാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് കിട്ടുമെന്നുള്ളത് നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഈ ഫുഡ് പറഞ്ഞു. അങ്ങനെ ഫുഡ് പറഞ്ഞ് ചിക്കൻ കറി വന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ
സിനിമ കാണാൻ മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് കറങ്ങി വെച്ചിട്ട് ഹോട്ടലിൽ കയറിയിട്ട് ഒരു AC റൂം ഉണ്ടായിരുന്നു. ഭാഗ്യമായി എന്ന് പറയില്ലേ, AC റൂമുള്ള കാരണം കുറച്ച് ആശ്വാസമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാറായി. അപ്പോൾ എന്തായാലും പൊറോട്ട സാധനം നമ്മളൊന്നും കഴിക്കട്ടോ. പിന്നെ നല്ലൊരു ഹോട്ടലിൽ വന്നിട്ട് ആകെ പൊറോട്ടയ്ക്ക് 10 രൂപയാണ് ആ എണ്ണ. എന്തായാലും പൊറോട്ടയ്ക്ക് ഭയങ്കര റേറ്റ് കുറവാണ്. അതിന് പറഞ്ഞാൽ ചിക്കൻ കറിക്ക് ഇത്തിരി കൂടുതൽ മേടിച്ചു അല്ലേ. ചിക്കൻ കറിക്ക് ഇത്തിരി കൂടിയാലും പൊറോട്ടയ്ക്ക് കുറവായിരുന്നു. കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു കേട്ടോ. അതൊരു പുതിയ കടയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ നിന്ന് ഇത്തിരി അങ്ങോട്ട് നമുക്ക് നടക്കണം സിനിമ തിയേറ്ററിൻ്റെ അവിടേക്ക്. അപ്പം കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാം എന്ന് വിചാരിച്ചു. ഇവിടെ ഈ അമ്പലമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങോട്ട് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ എത്തത്താണ് സിനിമ തിയേറ്റർ. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ സിനിമ തിയേറ്ററിൻ്റെ അവിടെ വരെ നേരത്തെ പോയി കഴിഞ്ഞിട്ട് ഇത് കെട്ടി വെച്ച് കൊണ്ട് പോകുന്നതാണോ കേടായിട്ട്? ഒരു ഓട്ടോറിക്ഷ വേറൊരു ഓട്ടോറിക്ഷനെ കെട്ടി വെച്ച് പോകും. അപ്പോൾ നേരത്തെ പോയി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് റോയിലാണ് കേട്ടോ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പം 8:40 സിനിമ, 8:30. ഇനി ഒരു 10 മിനിറ്റ് കൊണ്ട് അവിടെ നടന്ന് എത്തണം. അപ്പോൾ നമ്മൾ സിനിമ തുടങ്ങുന്നതിനേക്കാളും മുന്നേ എത്തുള്ളൂ, അല്ലെങ്കിൽ സിനിമയുടെ കയ്യടിയൊക്കെ കഴിഞ്ഞിട്ട് എത്തുക. അപ്പോൾ ആ പടം എങ്ങനെയുണ്ടെന്നൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വിവരം പറയാം കേട്ടോ. ഹോളി ക്രോസ് ഹോസ്പിറ്റൽ, നാച്ചുറോപ്പതി ആൻഡ് പിന്നെ എന്ത് പുതിയ യോഗ സെൻറ്റർ. ഇവിടെയായിരുന്നു അജീഷ ഗാനമേള നടക്കുന്ന സ്ഥലം. വെട്ടിത്തരാൻ പറ്റിപ്പോയി. ഇനിയിപ്പോൾ പറ്റിയെന്ന് പറഞ്ഞാൽ മതി. വെട്ടിത്തരാ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. സിനിമ കാണാമെന്ന് എന്തോ കരിഞ്ഞ മണം വരുന്നില്ലോ, ക്ലച്ച് കരിഞ്ഞ മണമാണല്ലോ വരണേ. സിനിമാ തിയേറ്ററിൽ സിനിമ വിട്ടു കേട്ടോ. സിനിമ വിട്ട് ആൾക്കാർ ഇറങ്ങി തുടങ്ങി. ഞങ്ങൾ കറക്റ്റ് ടൈമിന് എത്തിയത്. എന്തായാലും സംഭവം 3 തിയേറ്റർ ഉണ്ടെന്നാണ് എന്താ പറഞ്ഞത്. ഇതിനകത്ത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. 3 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ജയ് ഗണേഷ് കളിക്കുന്നുണ്ട്. ഒരെണ്ണം ജയ് ഗണേഷ്, ഒരെണ്ണം നമ്മൾ വർഷങ്ങൾക്ക് ശേഷം, പിന്നെ ഒരെണ്ണം ഏതാണോ ആടുജീവിതം. 3 സിനിമ കളിക്കുന്നുണ്ട്. അജീഷിൻ്റെ ആടുജീവിതം ഒരു പ്രാവശ്യം കാണണടാ. വേണ്ട, ഒരു പ്രാവശ്യം കണ്ടത് തന്നെ അജീഷ് പെട്ടുപോയി എന്നാണ് പറയണത്. പിന്നെ ഇപ്പോൾ അടുത്തത് ഇത് കാണുമ്പോൾ എന്താണോ നീ പറയുക. എല്ലാവരും നല്ല പടം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. നീ കണ്ടറിയാം നല്ലതാണ് പൊട്ടയാണോ എന്നുള്ളത്. ഇന്ന് റിലീസായുള്ളൂ. റിവ്യൂ കുഴപ്പമില്ല, എല്ലാവരും നല്ലതെന്ന് പറയണേ. ഇന്നാ റിലീസ്. EVM ഗ്രാൻഡ് സിനിമാസ്, ബുക്കിംഗ് യുവർ ടിക്കറ്റ് ഓൺലി ഓൺ ബുക്ക് മൈ ഷോ. തിയേറ്ററൊക്കെ നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും മുന്നിലാണ് നമുക്ക് പോകേണ്ടത്. ഏതിലെ പോകേണ്ടതെന്നുള്ളത്, ഏത് തിയേറ്ററിലാണെന്നൊന്നും അറിയില്ല. നമുക്ക് നേരെ അങ്ങോട്ട് പോയി ആരോടെങ്കിലും അങ്ങോട്ട് ചോദിക്കാം. 1-ലാണോ 2-ലാണോ 3-ലാണോ എന്നുള്ളത്. ബാ. ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ AC തണവ് കിട്ടണം. ആശ്വാസമായി. ഇത്ര സമയം നടന്നു വന്നിട്ടേ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ആശ്വാസത്തിൻ്റെ ഉറവിടായി. OBSയിലേക്ക് കിടന്നപ്പോൾ നോട്ടെ. 3-ൽ ഏതാ? ആവേശമല്ല, നമുക്ക് 3-ലല്ല. ഇനി 1, 2 നോക്കാം. 1-ൽ ആടുജീവിത, 2-ലേതാ? 2 അവിടെ, 2 എവിടെയായിരുന്നു? 2 മുകളിലാവുമോ? 2 S2 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ചോദിച്ചോ. അതെ, അവിടെ 2 ഇതിലായിരിക്കണം മിക്കവാറും. അങ്ങനെ നമ്മൾ ആലപ്പുഴയിൽ വന്നിട്ട് സിനിമയ്ക്ക് കയറിയിട്ടാ ജിഷേ. നമ്മൾ ഏറ്റവും മുന്നിലായ കാരണം പിന്നെ തെറ്റില്ല. അത് കുഞ്ഞ് തിയേറ്ററാണല്ലോടാ. ഞങ്ങളുടെ മുന്നിൽ ഇനി ആരും ഇല്ല കേട്ടോ. ഏറ്റവും മുന്നിൽ ഞങ്ങളെ കണ്ടോ. ഇവിടെ ഇത്ര കല സ്ക്രീനിൻ്റെ മൊത്തം തൊട്ടടുത്ത്. ഞങ്ങൾ കാണണമെങ്കിലേ തലയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കണം. എന്നാലും കുഴപ്പമില്ല, ഏതായാലും ആദ്യമായിട്ട് കാണല്ലേ. തിയേറ്റർ കുഴപ്പമില്ല കേട്ടോ. തിയേറ്ററിൽ കളറൊന്നുമില്ല, മൊത്തത്തിൽ കളറും കാര്യങ്ങളൊന്നുമില്ല. ഒരു ആഷ് കളറാണ് മൊത്തത്തിൽ. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണുള്ളൂ. സീറ്റൊക്കെ അടിപൊളി കേട്ടോ. സ്പീക്കറൊക്കെ നമ്മുടെ തൊട്ട് മുന്നിലിരിക്കണത് കണ്ടോ. സൗണ്ട് കാരണം ചെയ്താൽ കേൾക്കില്ലാണോ പറയാൻ പറ്റില്ല. ഈ സിനിമയുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം എല്ലാ വിശേഷങ്ങളും പറയുന്നതായിരിക്കും. നല്ലതാണോ തല്ലിപ്പൊളിയാണെന്നുള്ള കാര്യമൊക്കെ ഞാനങ്ങനെ തുറന്നു പറയും. എനിക്കൊരു പ്രശ്നമില്ല. നല്ലതാണെങ്കിലും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. ഇത്ര അടുത്തിരുന്ന സിനിമ കണ്ടിട്ട് കുറേ നാളായില്ലേ. ഞാൻ കണ്ടിട്ട് കൊല്ലങ്ങളായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മുന്നിൽ ആരും വന്നിരുന്നത് തല കൊണ്ട് കാണാൻ പറ്റായി വരില്ല. കിട്ടിയ സീറ്റിൽ പോയിരിക്കേ. ഓടാ, അങ്ങനെയൊന്നുമില്ല. സ്പീക്കറൊക്കെ നമ്മുടെ തൊട്ട് മുന്നിലിരിക്കണത് കണ്ടോ. സൗണ്ട് കാരണം ചെയ്താൽ കേൾക്കില്ലാണോ പറയാൻ പറ്റില്ല. ഈ സിനിമയുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം എല്ലാ വിശേഷങ്ങളും പറയുന്നതായിരിക്കും. നല്ലതാണോ തല്ലിപ്പൊളിയാണെന്നുള്ള കാര്യമൊക്കെ ഞാനങ്ങനെ തുറന്നു പറയും. എനിക്കൊരു പ്രശ്നമില്ല. നല്ലതാണെങ്കിലും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. പടം കണ്ട് പുറത്തിറങ്ങി. അജീഷിനെ കാണാനില്ല. പുറത്തിട്ടുണ്ട്. എൻ്റെ പൊന്നു വന്നിട്ട് തിരക്കുന്നു. ഈ പടം മാത്രമല്ല കേട്ടോ, അവിടെ കുറേ പടങ്ങൾ കളിക്കുന്നുണ്ടല്ലോ. പടത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വിശേഷം പുറത്തിറങ്ങിയിട്ട് പറയാം.
അപ്പോൾ സിനിമ കഴിഞ്ഞിട്ടില്ല കേട്ടോ, സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഇനി തേർഡ് ഷോയും ഉണ്ട്. അതിപ്പോൾ ഇപ്പോൾ എത്ര സമയം ചോദിച്ചാൽ 12 അപ്പോൾ 12 മണിക്ക് ഇനിയിപ്പോൾ അടുത്ത ഷോ സ്റ്റാർട്ട് ചെയ്യണം. റോഡ് മുഴുവൻ മഴ ബ്ലോക്കാണ് എൻ്റെ പൊന്നെ. അപ്പോൾ ഇത്രയധികം എന്താ പറയുക, 3 പടമല്ലേ പുതിയത് വന്നിട്ടുള്ളത്. ഒന്ന് ഇത്, പിന്നെ ആവേശം, പിന്നെ വേറെ ഏതാ ഓരെങ്കിലും വന്നിട്ടില്ല, ജയ് ഗണേഷ്. ജയ് ഗണേഷ്. അപ്പോൾ അത് 3 പടം കൂടി ഒറ്റയടിക്ക് ഒരു തിയേറ്ററിൽ ഇറങ്ങിയത് കൊണ്ടുള്ള തിരക്ക് എല്ലാം ഒരേ സമയത്ത് തന്നെയാണ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരക്കാണ് കേട്ടോ. റോഡ് മുഴുവൻ ബ്ലോക്ക് ആകുന്നുണ്ടോ? ഫുള്ള് ബ്ലോക്കാണ്. ഞങ്ങൾക്ക് എന്തായാലും തിരിച്ച് ഓട്ടോറിക്ഷ ഒന്നും കിട്ടിയില്ല, ബസ്സും കിട്ടിയില്ല, ടാക്സിയും കിട്ടിയില്ല, ഒന്നുമില്ല. ഒരു 3 കിലോമീറ്റർ ആയി ആജീഷേ, 3-ലും കൂടുതലുണ്ടാവും അല്ലേ. എന്തായാലും ഞങ്ങൾ നടന്ന് വണ്ടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അവിടെ ചെന്നിട്ട് പറയാം പടത്തിൻ്റെ റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അജീഷ റിവ്യൂ ഒന്ന് പറയാമോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്? അതാണ് അജീഷിൻ്റെ ഭാഗ. വലിയതില്ല. ഞങ്ങളിരുന്ന് കണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുന്നിൽ ഫസ്റ്റ് റോയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കഴുത്ത് അങ്ങോട്ട് വെട്ടിച്ച് ഇങ്ങോട്ട് വെട്ടിച്ച് ആൾക്കാർ അവിടെ വരുമ്പോൾ ഇവിടേക്കൊക്കെ നോക്കി കഴുത്ത് വേദനയായി പറയില്ലേ, അത്ര തൊട്ടടുത്തിരുന്ന് സിനിമ കാണാൻ പാടില്ല. സൗണ്ട് എൻ്റെ പൊന്നോ, തൊട്ടടുത്ത് തന്നെ മറ്റേ സ്പീക്കർ ഇരുന്ന കാരണം ചെവിട്ടിൽ പൊട്ടാന്ന് പറഞ്ഞിട്ടുള്ള ശബ്ദവും ആകെ ഒരു അരോചകമായി മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഇരുന്ന് നമ്മൾ ആസ്വദിച്ച് സിനിമ കണ്ടാലാണ് അതിൻ്റെ ഒരു ഫീലിങ്സ് കിട്ടുള്ളൂ. ആസ്വദിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഫീല് കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ മൊത്തത്തിൽ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊക്കെ തട്ടിക്കൂട്ട് തന്നെ. പിന്നെ പെർഫോമൻസ് ബേസ് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ പ്രണവ് മോഹൻലാൽ, അതുപോലെ തന്നെ മറ്റേ ഇവനും ധ്യാനും, ഇവർ 2 പേര് അഭിനയം നന്നായിട്ടുണ്ട്. പിന്നെ സൗണ്ട് എഫക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ പടം കണ്ടിരിക്കാനായിട്ടൊരു ത്രില്ലുണ്ടെങ്കിൽ കൂടിയും ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തും ഇഴച്ചിലാണ്. ഇൻ്റർവ്യൂവൊക്കെ തനി ഇഴച്ചിലാണ് പടം, എയിമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നിവിൻ പോളി വന്നപ്പോൾ പടം ഒരു അനക്കായി അല്ലേ. നിവിൻ പോളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിനൊന്ന് ഉഷാറാക്കിയത്. അത് വരെ ചത്ത് കിടക്കണ പടമായിരുന്നു. നിവിൻ പോളി വന്നപ്പോൾ ഒരു തമാശയും ഒരു ഉഷാറും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളിയാണ് ഈ പടത്തെ ഒന്ന് നയിച്ചേക്കണം നന്നായിട്ട്. അപ്പോൾ കുഴപ്പമില്ല, ഒരു പ്രാവശ്യം കാണണമെങ്കിൽ കാണാം, അത്രയ്ക്കുള്ളത് തന്നെ ഉള്ളൂ. നല്ലതെന്ന് പറയാൻ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ അഭിപ്രായമില്ല. ഞാൻ ഈ പടത്തിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ പടത്തിന് കയറി. എല്ലാ ആൾക്കാരും സൂപ്പർ ഹിറ്റ്, ഇതിന് ടോപ്പ് പടം ഇനി ഇറങ്ങിയിട്ടില്ല എന്നൊക്കെയുള്ള സാധനങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ വിചാരിച്ച് നമ്മൾ പോയി കാണുമ്പോൾ എന്തെങ്കിലും ഒക്കെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ തനി പൊട്ട പടം പറയാനില്ല കേട്ടോ, ഒരു പ്രാവശ്യം കാണണമെങ്കിൽ കാണാം. അങ്ങനെ അപ്പോൾ നമ്മൾ വണ്ടിയുടെ അവിടേക്ക് എത്താറായി. അത് തന്നെ പണ്ട് കാലത്ത് മദ്രാശി പോണ സംഭവം സിനിമ. അത് തന്നെ നമ്മുടെ നാടോടിക്കാറ്റിൻ്റെ ഒരു ചെറിയ കട്ട് അവിടെ ഇവിടെയോ അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു, മക്കൾ പോകണു. എന്തൊക്കെയോ ഒരു ചെറിയ സംഭവം ഇവിടേക്ക് മാറ്റി പിടിച്ചപ്പോൾ സംഭവം ഒരു ചെറിയ വ്യത്യാസത്തിൽ. അതിൽ കോമഡി ഉണ്ട്, കോമഡിയും കാര്യങ്ങളൊന്നും അല്ലാന്ന് മാത്രം ആ ഒരു രീതിക്ക് വർക്കൗട്ടായി. 1 കിലോമീറ്ററോളം അങ്ങനെ നടന്ന് എന്തായാലും വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഏതാ പഴയതുപോലെയുള്ളതും അവർക്ക് വയസ്സായിട്ടുള്ളതും മേക്കപ്പും കാര്യങ്ങളും മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ പടത്തിന് കുറ്റം പറയാനുള്ള അങ്ങനത്തേതായിട്ടുള്ള രീതികളൊന്നുമില്ല. കഥയും കാര്യങ്ങളും സെറ്റപ്പാണ് ഇഷ്ടപ്പെടാത്തുള്ളൂ. ബാക്കിയുള്ള സൈഡ് ഭാഗങ്ങൾ ഇപ്പോൾ എന്താ പറയുക, അതിനിപ്പോൾ ഓരോന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും അതുപോലെ തന്നെ പാട്ടായാലും അഭിനയമായാലും മേക്കപ്പായാലും ഒക്കെ ടോപ്പായിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയാണ്, അതിലൊന്നും ഒരു തർക്കമില്ല കേട്ടോ, അതൊക്കെ ബെസ്റ്റാണ്. പയ്യാണ്ടായി ഗൈസ്. അപ്പോൾ പടം വേണ്ടവർ കണ്ടോ, വേണ്ടാത്തവർ കാണണമെന്നില്ല. നല്ല പടം എന്ന് പറഞ്ഞ് നിങ്ങൾ പോയി കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. റോട്ടിയുടെ കണക്കിൽ റിവ്യൂ പറഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ നേരെ വണ്ടിയുടെ അവിടേക്ക് എത്തണം. പയ്യാണ്ടായി, ഇത്രയധികം ദൂരം നടന്നില്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സംഭവം ചെയ്ത് പൂരിയാക്കിയോളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ 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 ബൈ. അതുപോലെ തന്നെ നാളെ ഇറക്കി കഴിയാനായിട്ട് പ്രാർത്ഥിക്കണം. കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ വീണ്ടും ഇവിടെ പെട്ടു ഗൈസ്.